നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പെരിയ കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് രാവിലെ മോചിതരായി. CPM നേതാക്കളായ KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് ജയിൽ മോചിതരായത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിൽ മോചിതരെ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായെന്ന് MP ജയരാജൻ പറഞ്ഞു. തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ, അത് CBI ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത്. അതിന്റെ എല്ലാ തെളിവുകളും വസ്തുതകളും കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് 4ാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് P. ജയരാജനും കൂട്ടിച്ചേർത്തു. CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടതായി. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുറന്ന് അനുബന്ധമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPMന്റെ നേതാക്കന്മാരെ CBI പ്രതിയേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. CPMനെതിരെ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമായതെന്ന് പുറത്തിറങ്ങിയ KV കുഞ്ഞിരാമൻ പറഞ്ഞു. പൊളിഞ്ഞത് CBI തയ്യാറാക്കിയ കെട്ടുകഥകളാണെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും K. കുഞ്ഞിരാമൻ കൂട്ടിച്ചേർത്തു. KV കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് CBI കോടതി 5 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ശേഷം 4 പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിടുകയായിരുന്നു. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തില്ലെന്നും 4 പേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. IPC 225 പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു 4 പേർക്കും എതിരെയുള്ള കുറ്റാരോപണം. ഇതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെങ്കിലും 4 പേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു. ഇതാണ് 4 പേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.